ന്യൂലി മാരീഡ് കപ്പിൾസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവരൊരു ട്രഡീഷണലിനെക്കാട്ടിലും അവർക്കൊരു യൂറോപ്യൻ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റിലേക്കായിരിക്കും പോകുന്നത്. ഒരു ഇംഗ്ലീഷ് കിച്ചൺ, ഐലൻഡ് കിച്ചൺ, ജർമ്മൻ കിച്ചൺ എന്നൊക്കെ പറയുന്നത് പോലെ അതെ അതെ ആ അതെ ഒരു ഫീലായിരിക്കും അവർക്ക് വരേണ്ടത്. ബട്ട് ചില ആൾക്കാർ ഇപ്പം പണ്ട് തൊട്ടേ ഒരു വീട് കണ്ടു വളർന്ന ആൾക്കാർ അവർക്കൊരു ട്രഡീഷണൽ ലുക്ക് വേണം എന്ന് വരാറുണ്ട്. ഓക്കെ. പക്ഷേ നമ്മൾ എപ്പോഴും ആ ഒരു വീടിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ വീടിൻ്റെ ഒരു സ്പേസ് ഒക്കെ ഉള്ള അതിനനുസരിച്ചായിരിക്കും നമ്മളത് സജസ്റ്റ് ചെയ്യാറുള്ളൂ. സജസ്റ്റ് അതെ. ചെയ്യുന്നു. ഓക്കെ. ഇപ്പൊ ചില കുട്ടികളൊക്കെ ഇപ്പം ഗ്രാൻഡ് പേരൻസ് എന്ന് വെച്ചാൽ പേരൻസ് ഇവിടെ ആയിരിക്കും, മക്കളൊക്കെ അബ്രോഡ് ആയിരിക്കും. പക്ഷെ പേരൻസിന് വേണ്ടി ഒരു അടിപൊളി വീട് പലരും തന്നെ ഇപ്പൊ നാട്ടിൽ വെക്കുന്നുണ്ട്. അതെ, അതെ. അപ്പൊ ചിലവർ രണ്ടു നിലയായിരിക്കും, ചിലവർ പേരൻസ് എത്താൻ പോലും പറ്റത്തില്ല. പറ്റത്തില്ല. അപ്പൊ അങ്ങനെയുള്ള ഇപ്പൊ പേരൻസിന് വേണ്ടി പണിയുമ്പം എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടേ? ഒരു നിലയാണോ പണിയേണ്ടത്, അതോ അതിൽ മാക്സിമം എങ്ങനെ ആ ഇന്റീരിയർ ഡിസൈൻ എങ്ങനെയായിരിക്കും സജസ്റ്റ് ചെയ്യുന്നത്? അത് നേരത്തെ പറഞ്ഞതുപോലെ പേരൻസിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുമ്പോൾ അവരാണ് അവിടെ കൂടുതൽ ടൈം അതെ സ്പെൻഡ് അതെ ചെയ്യുന്നത്. അതെ. സോ അവർക്ക് പറ്റുന്ന ടൈലായിരിക്കണം. ഇപ്പം ആൻറ്റി സ്കിഡ് ആയിട്ടുള്ള ടൈലുണ്ട്, പല ഇത് ഉണ്ട്. ഓക്കെ അപ്പം ഓക്കെ. അവർക്ക് അങ്ങനത്തെ ടൈൽ തൊട്ട് അത് ഓരോ അതായത് എന്താ ഏജിലേക്ക് പോകുന്തോറും പാരൻസിലേക്ക് പോകുന്തോറും പല കാര്യങ്ങളും അങ്ങനെ നോക്കിയെടുക്കാനുണ്ട്. ഓക്കെ ഇപ്പം ലൈറ്റ്സ് ആണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങൾ കൂടുതൽ അവരുടെ കണ്ണിൻ്റെ കുറച്ചും കൂടെ ആ ഒരു ആപ്റ്റായിട്ടുള്ള ലൈറ്റിംഗ് അവിടെ വരണം.